തെലങ്കാനയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഹൈദരാബാദിൽ നിന്നും പുലർച്ചെ തന്നെ പുറപ്പെട്ട് തെലങ്കാനയുടെ ഗ്രാമക്കാഴ്ചകളും ജീവിതവുമൊക്കെ കണ്ടുകൊണ്ട് പോച്ചംപള്ളി എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് നഗരത്തിൽ നിന്നും 41 കിലോമീറ്റർ ദൂരമുണ്ട് പോച്ചംപള്ളിയിലേക്ക്. ഒരു കാലത്ത് ഇന്ത്യയിലെ മറ്റേതൊരു കുഗ്രാമത്തെയും പോലെ തന്നെയായിരുന്നു പോച്ചംപള്ളി. പക്ഷേ ഇന്നിത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രശസ്തമാണ്. പോച്ചംപള്ളി സാരിയിലൂടെ സിദ്ധിച്ച പ്രശസ്തിയാണത്. സിംഗപ്പൂർ, മലേഷ്യ, മൗറീഷ്യസ് എന്നിവിടങ്ങളിലേക്കെല്ലാം ഈ ഗ്രാമത്തിൽ നെയ്ത സാരികൾ കയറ്റുമതി ചെയ്യുന്നു. 18-ാം നൂറ്റാണ്ടിൽ തന്നെ പോച്ചംപള്ളി നെയ്ത്തുഗ്രാമമായിരുന്നു. പിന്നീട് 1800കളിലാണ് ഇവിടെ പ്രത്യേക ശൈലിയിലുള്ള സാരികളുടെ നെയ്ത്ത് തുടങ്ങുന്നത്. പോച്ചംപള്ളി ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസിനു മുന്നിലാണ് ബാബ കാർ നിർത്തിയിരിക്കുന്നത്. മുന്നിൽ ആചാര്യ കൊണ്ട ലക്ഷ്മൺ ബാപ്പുജിയുടെ ഒരു പൂർണ്ണകായ വെങ്കല പ്രതിമ. തെലങ്കാനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് 2012 സെപ്റ്റംബറിൽ അന്തരിച്ച ആചാര്യ ലക്ഷ്മൺ ബാപ്പുജി. സ്വാതന്ത്ര്യസമര സേനാനിയും തെലങ്കാന സായുധസമര പോരാളിയുമായിരുന്ന ഇദ്ദേഹമാണ് പോച്ചംപള്ളിയിലെ നെയ്ത്തു തൊഴിലാളികളെ സംഘടിപ്പിച്ചതും അവർക്ക് മാന്യമായ ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കിയതും. പ്രതിമയുടെ അരികിൽ നിന്നും 2 കെട്ടിടങ്ങൾക്കിടയിലൂടെ ഞാൻ നടക്കുകയാണ്. കെട്ടിടങ്ങൾക്കുള്ളിലെല്ലാം തറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ഷെഡിലേക്ക് കയറി ചെന്നു. പലയിടത്തായി സ്ഥാപിച്ചിരിക്കുന്ന തറികളിൽ പല വർണ്ണങ്ങളിലുള്ള സാരികളുടെ നെയ്ത്ത് നടക്കുന്നു. ടൈ ആൻഡ് ഡൈ സാരികൾ എന്നാണ് പോച്ചംപള്ളിയിലെ സാരികൾ അറിയപ്പെടുന്നത്. ചായം മുഴുവനായും പടരാതിരിക്കാൻ തുണി മുറുക്കി കെട്ടിവെച്ച് ഡൈ ചെയ്യുന്നതാണ് ടൈ ആൻഡ് ഡൈ രീതി. 1960കൾ മുതലാണ് പോച്ചംപള്ളിയിലെ വസ്ത്രനിർമ്മാതാക്കൾ ഈ രീതി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഇപ്പോൾ പോച്ചംപള്ളി സാരിയായി പരിണമിക്കുന്നത്. ആദ്യകാലത്ത് തെലങ്കാനയിൽ നിന്ന് തന്നെ ശേഖരിക്കുന്ന പട്ടുനൂല് കൊണ്ടായിരുന്നു ഇവിടുത്തെ സാരി നെയ്ത്ത്. ഇപ്പോഴാകട്ടെ ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല, കർണാടകത്തിൽ നിന്നും പട്ടുനൂൽ എത്തുന്നുണ്ട്. സാരിയുടെ കര നെയ്യാനുള്ള കസവ് പോലുള്ള പ്രത്യേക നൂൽ സൂറത്തിൽ നിന്നുമാണ് എത്തുന്നത്. തുണിയിൽ മുക്കാനുള്ള ചായങ്ങൾ മുംബൈയിൽ നിന്ന് കൊണ്ടുവരുന്നു. 10,000-ലേറെ കുടുംബങ്ങളാണ് പോച്ചംപള്ളിയിൽ നെയ്ത്തുജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നാടൻ സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് കാണാം. ഇതുതന്നെയാണ് പോച്ചംപള്ളി സാരിയുടെ മൂല്യം ഉയർത്തുന്നതും. ഒരു സാരി നെയ്തെടുക്കാൻ 5 ദിവസം വേണം. ഇദ്ദേഹം നെയ്ത്തുകാരുടെ സഹകരണ സംഘത്തിലെ ഒരു ജീവനക്കാരനാണ്. നെയ്ത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം എനിക്ക് വിശദീകരിച്ചു തരുന്നു. പോച്ചംപള്ളിയിൽ കുടുംബത്തിലെ എല്ലാവരും ഉൾപ്പെടുന്ന തൊഴിൽ രംഗമാണ് സാരി നെയ്ത്ത്. സ്ത്രീകളാണ് നൂലിൽ ചായം മുക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുക. തറികൾക്ക് പിന്നിലിരുന്ന് നെയ്ത്ത് ജോലിയിൽ ഏർപ്പെടുന്നത് കൂടുതലും പുരുഷന്മാരാണ്. സഹകരണ സംഘത്തിന്റെ പണിശാലയിൽ പുരുഷന്മാർ 12 മണിക്കൂർ വരെ ജോലി ചെയ്യാറുണ്ട്. എത്ര നേരം ജോലി ചെയ്യുന്നു എന്നതല്ല, ഒരു സാരിക്ക് നിശ്ചിത തുക എന്നതാണ് ഇവിടുത്തെ പ്രതിഫല രീതി. തറിയും ഡൈയുമെല്ലാം സഹകരണ സംഘത്തിൻ്റെതാണ്. ഇവർ പാരമ്പര്യമായി ചെയ്തു വരുന്നതാണ് നെയ്ത്ത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലൊന്നും വലുതായി ശ്രദ്ധിക്കാതെ ജോലിയെടുക്കാവുന്ന പ്രായമാകുമ്പോൾ ആണുങ്ങൾ നേരെ തറിയുടെ പിന്നിലേക്കെത്തുന്നു. കുഴിത്തറികളാണ്. തറയിലുണ്ടാക്കിയ കുഴിയിലേക്ക് കാലിറക്കി വെച്ചിരുന്നാണ് നെയ്ത്ത്. കാഞ്ചീപുരത്തും ബനാറസിലുമെല്ലാം ജോക്കാർഡ് എന്നറിയപ്പെടുന്ന പഞ്ച് കാർഡുകളാണ് നെയ്ത്തിലെ ഡിസൈൻ കൃത്യമാക്കാൻ സഹായിക്കുന്നത്. എന്നാൽ ഇവിടെ അത്തരം കാർഡുകൾ കാണുന്നില്ല. അതിനു പകരം മരം കൊണ്ടുള്ള പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നു. വളരെ ക്ഷമയും ശ്രദ്ധയും വേണ്ട ഒരു ജോലിയാണിത്. ശ്രദ്ധയൊന്ന് പാളിയാൽ സാരിയുടെ ഡിസൈൻ തന്നെ വികലമാകും. ഇതാണ് ജോക്കാർഡിന് പകരം ഉപയോഗിക്കുന്ന പൽചക്രം. ആവശ്യാനുസരണം അതിൽ പല്ലുകളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ആണ് ചെയ്യുക. ജോമെട്രിക് ഡിസൈനാണ് പോച്ചംപള്ളി സാരിയുടെ ഒരു സവിശേഷത. വിവിധ ജാമതീയ രൂപങ്ങൾ ഇവർ സാരികളിൽ നെയ്തുവെക്കുന്നു. സഹകരണ സംഘം വന്നതോടെ നെയ്ത്തുകാരുടെ ജീവിതം തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്.
നെയ്ത്തുശാലയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാണാം. മാർക്കണ്ഡേശ്വര ക്ഷേത്രം. പോച്ചമ്പള്ളിയിലെ നെയ്ത്തുകാരുടെ ക്ഷേത്രമാണിത്. ശിവക്ഷേത്രം. പോച്ചമ്പള്ളിയിൽ നിന്നും യാത്ര തുടരുകയാണ്. പോച്ചമ്പള്ളി ഇപ്പോൾ ഗ്രാമീണ ഭാവം കൈവിട്ടു കഴിഞ്ഞു. ശരിക്കും പോച്ചമ്പള്ളി ഒറ്റ ഗ്രാമമല്ല, നെയ്ത്തുകാരായ കുടുംബങ്ങൾ വസിക്കുന്ന 100ഓളം സെറ്റിൽമെന്റുകളുടെ ഒരു കൂട്ടായ്മയാണ് പോച്ചമ്പള്ളി. 2010 ഗവൺമെന്റ് പോച്ചമ്പള്ളിയെ രണ്ടായി തിരിച്ചിരുന്നു. പോച്ചമ്പള്ളി 1, പോച്ചമ്പള്ളി 2 എന്നിങ്ങനെ പേരു നൽകി. തൊഴിൽ വിതരണ സൗകര്യത്തിനായുള്ള ഒരു വിഭജനം. 1940കളുടെ അവസാന വർഷങ്ങളിൽ ആന്ധ്രയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ശക്തികേന്ദ്രമായിരുന്നു പോച്ചമ്പള്ളി. ചൂഷണത്തിൽ കഴിഞ്ഞിരുന്ന ഇവിടുത്തെ നെയ്ത്തുകാരും കർഷകരുമൊക്കെ തെലങ്കാന സായുധ വിപ്ലവത്തിൽ അണിചേരുന്നത് ആ ഒരു സ്വാധീനം കൊണ്ടുകൂടിയാണ്. ഭൂദാന പ്രസ്ഥാനം ബീജാവാപം ചെയ്ത സ്ഥലമെന്ന നിലയിലാണ് പോച്ചമ്പള്ളി ഇന്ത്യാ ചരിത്രത്തിൽ സ്ഥാനം നേടുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂപരിഷ്കരണ മുന്നേറ്റമായിരുന്നു ഭൂദാന പ്രസ്ഥാനം. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിജിയുടെ ശിഷ്യനുമായിരുന്ന ആചാര്യ വിനോബ ഭാവെ 1951 ഏപ്രിൽ 18 പോച്ചമ്പള്ളിയിൽ എത്തുന്നതോടെയാണ് ഐതിഹാസികമായ ആ മുന്നേറ്റത്തിന് കേളികൊട്ടുയരുന്നത്. നാൽഗോണ്ട ജില്ലയിൽ 700 കുടുംബങ്ങൾ വസിക്കുന്ന ഗ്രാമമായിരുന്നു അന്നത്തെ പോച്ചമ്പള്ളി. നെയ്ത്തുകാരും കർഷക തൊഴിലാളികളുമായിരുന്ന ആ ഗ്രാമീണർ പരമ ദരിദ്രരുമായിരുന്നു. 1/3 വരുന്ന ഗ്രാമീണർക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിൽ വിനോബ ഭാവയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അന്ന് വൈകുന്നേരം ഗ്രാമീണരെല്ലാം അദ്ദേഹം വസിച്ചിരുന്ന ചെറിയ വീടിന്റെ മുറ്റത്ത് ഒത്തുകൂടി. ആ യോഗത്തിൽ വെച്ച് ഗ്രാമത്തിലെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമിയുള്ളവർ അത് ദാനം ചെയ്യണമെന്ന് വിനോബ ഭാവെ അഭ്യർത്ഥിച്ചു. ആദ്യം എല്ലാവരും നിശബ്ദത പാലിച്ചു. കാരണം ഭൂരഹിതരായിരുന്നു അവിടെ കൂടിയവരിൽ ഏറെയും. ഏതാനും ജന്മിമാരും അവിടെയുണ്ടായിരുന്നു. വിനോബ ചോദ്യം ആവർത്തിച്ചപ്പോൾ പോച്ചമ്പള്ളിയിലെ ജന്മിമാരായിരുന്ന രാമചന്ദ്ര റെഡ്ഡിയും പോച്ചമ്പള്ളി ഗോപാൽ റാവുവും എണീറ്റു. പാവങ്ങൾക്ക് വേണ്ടി 250 ഏക്കർ ഭൂമി ഞങ്ങൾ നൽകാം. ആ മറുപടിയായിരുന്നു പിന്നീട് ഇന്ത്യയിൽ ഒരു വികാരമായി പടർന്ന ഭൂദാന പ്രസ്ഥാനത്തിന്റെ ശംഖനാദമായത്. പോച്ചമ്പള്ളിയിലെ ഭൂരഹിതർ അങ്ങനെ മണ്ണിനുടമകളായി. തന്റെ ചെയ്തിയുടെ മഹത്വം മനസ്സിലാക്കിയ പോച്ചമ്പള്ളി ഗോപാൽ റാവു പിന്നീട് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പാവങ്ങൾക്ക് പകുത്തു നൽകി എന്നത് ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ്. തെലങ്കാനയുടെ വരണ്ട ഭൂമിക്ക് നടുവിലൂടെയാണ് യാത്ര. ഇങ്ങനെ തരിശായി കിടക്കുന്ന 10,000കണക്കിന് ഹെക്ടർ ഭൂമി ഈ സംസ്ഥാനത്തുണ്ട്. ഗുജറാത്തിൽ എന്ന പോലെ തെലങ്കാനയിലും പുതിയ വ്യവസായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം തരിശു പ്രദേശങ്ങളിലാണ്. ഈ ഭൂപ്രകൃതി കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏറ്റവും വരണ്ടതും ഭൂരിഭാഗവും കൃഷിയോഗ്യമല്ലാതെ കിടക്കുന്നതുമായ കാലിഫോർണിയയാണ് വ്യവസായത്തിലൂടെ ഇന്ന് ഏറ്റവും സമ്പന്ന സംസ്ഥാനമായി നിലനിൽക്കുന്നത്. തെലങ്കാന ഭൂമിയുടെ പരുക്കൻ ഭാവം പകർത്തിക്കൊണ്ട് ഞാനിരിക്കെ ഇതാ ഹൈവേയിൽ രാമോജി ഫിലിം സിറ്റിയുടെ കവാടം കാണുന്നു. ഇനിയും ഏതാനും കിലോമീറ്ററുകൾ കൂടി പോയാലേ ഫിലിം സിറ്റി എന്ന അത്ഭുത ലോകത്തെത്തൂ. ഇവിടം വരെ മാത്രമേ സ്വകാര്യ കാറുകൾക്ക് പ്രവേശനമുള്ളൂ. ഫിലിം സിറ്റിയിലേക്ക് ഇനിയുമേറെ പോകാനുണ്ടെങ്കിലും ഇതാണ് അതിൻ്റെ റിസപ്ഷൻ ഏരിയ. ടിക്കറ്റിംഗിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും സെൻ്ററാണ് ഇത്. ഒർലാൻഡോയിലെ ഡിസ്നിലാൻഡ് പോലെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ സന്ദർശകരെ സ്വീകരിക്കുന്നതിലും ഫിലിം സിറ്റിക്ക് അകത്തെ ഗതാഗതത്തിലുമൊക്കെ നടപ്പാക്കിയിരിക്കുന്നതെന്ന് തോന്നും. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫിലിം സിറ്റിയുടെ സ്വന്തം ബസ്സുകളിലേ കൊണ്ടുപോവുകയുള്ളൂ. ആളുകളെ സ്വീകരിക്കാനെന്നോണം ഇവിടെ ഇങ്ങനെ ചിലരുണ്ട്. കൂറ്റനൊരു അപ്പക്കാള. അവനെ അങ്ങനെ ചമയങ്ങളും തലപ്പാവുമൊക്കെ അണിയിച്ച് അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരാൾ അടുത്തുനിന്ന് കുഴൽ ഊതുന്നുണ്ട്. കാളയുടെ ചമയങ്ങൾ വർണ്ണാഭമാണ്. ഒരു സിനിമാ സെറ്റിന് ചേർന്ന ഉടുത്തുകെട്ട് തന്നെ. കാളയ്ക്കും കാളക്കാരനുമുണ്ട് ഒരു സൗന്ദര്യം. കുഴലൂത്തുകാരന്റെ വേഷം അത്ര പോരെന്നും എനിക്ക് തോന്നി.
ഫിലിം സിറ്റിയിലെ സാധാരണ ഗൈഡഡ് ടൂറിന് മുതിർന്നവർക്ക് 800-ഉം കുട്ടികൾക്ക് 700-ഉമാണ് ടിക്കറ്റ് നിരക്ക്. ഫിലിം സിറ്റിയുടെ ബസ്സുകളാണിത്. ഇതിൽ മാത്രമേ സന്ദർശകർക്ക് രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകാനാവൂ. ഒരു ബസ്സിൽ കയറി രാമോജി ഫിലിം സിറ്റി എന്ന ബൃഹത്തായൊരു ഭൂപ്രദേശത്തേക്ക് കയറുന്നതിന്റെ കൂറ്റൻ സ്വാഗതമുദ്ര ഒരു ഭാഗത്ത്. ഇങ്ങനെ വരണ്ടതും കൃഷിക്ക് ഒട്ടും യോജ്യമല്ലാത്തതും കുറ്റിക്കാടുകൾ നിറഞ്ഞതുമായ 2000 ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ രാമോജി ഫിലിം സിറ്റി ആയിരിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമാണ് ഇവിടെയുള്ളത്. അനാജ്പൂർ എന്ന ഗ്രാമമാകെ ഇന്ന് ഫിലിം സിറ്റിയായി മാറിയിരിക്കുകയാണ്. ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ ചെറുകുരി രാമോജി റാവുവിന്റെ വാസസ്ഥലം തന്നെ അനാജ്പൂർ ഗ്രാമമായിരുന്നു. 1996-ലാണ് രാമോജി ഫിലിം സിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. യാത്രക്കിടയിൽ കൃഷിയിടങ്ങളും ചെറുഗ്രാമങ്ങളുമെല്ലാം കാണുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ പണം നൽകി ആളുകളെ ഒഴിപ്പിച്ചാണ് ഇത് സ്റ്റുഡിയോ സമുച്ചയത്തിന്റെ ഭാഗമാക്കിയത്. കാട്ടുവഴിയിലൂടെ വിറക് ശേഖരിച്ചു വരുന്ന ഗ്രാമീണരെയൊക്കെ യാത്രയിൽ കാണാം. നൂറുകണക്കിന് കുടുംബങ്ങൾ ഫിലിം സിറ്റിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരുടെ സെറ്റിൽമെന്റുകൾ ചെറുഗ്രാമങ്ങൾ പോലെ ഫിലിം സിറ്റിയുടെ അതിർത്തിക്കുള്ളിൽ ഉണ്ടതാനും. ബസ് ഫിലിം സിറ്റിയുടെ പ്രധാന ഭാഗത്തേക്ക് എത്തുകയാണ്. സിനിമാ നിർമ്മാണത്തിന്റെ എല്ലാ ജോലികളും നടക്കുമ്പോൾ തന്നെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് കൂടിയാണിത്. സ്റ്റുഡിയോ ഫ്ലോറുകൾ, ലാബുകൾ തുടങ്ങി സിനിമയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നിരവധി. വലിയൊരു പാർക്കിലേക്ക് ചെന്ന അനുഭവമാണ് ചിലയിടത്തെത്തുമ്പോൾ. ഇക്കാണുന്നതൊന്നും സിനിമയ്ക്ക് സെറ്റിട്ടിരിക്കുന്നതല്ല. ഫിലിം സിറ്റിയിലെ ദൈനംദിന പ്രവർത്തനം നടക്കുന്ന കെട്ടിടങ്ങൾ തന്നെ. എന്നാൽ സിനിമയിൽ ഇതിനെ സ്റ്റാർ ഹോട്ടലോ യൂണിവേഴ്സിറ്റിയോ ആശുപത്രിയോ IT സ്ഥാപനമോ ആയി ചിത്രീകരിക്കുകയും ചെയ്യാം. ജംഗ്ഷനുകളെല്ലാം ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്തും ഫൗണ്ടൻ സ്ഥാപിച്ചും ശില്പങ്ങൾ ഒരുക്കിയും അതിഗംഭീരമാക്കിയിരിക്കുന്നു. പല ഭാഗങ്ങളും യൂറോപ്യൻ ഭൂപ്രകൃതിയിലേതുപോലെ വൃക്ഷങ്ങൾ പിടിപ്പിച്ചും പൂച്ചെടികൾ നട്ടും ഒരുക്കിയിരിക്കുന്നു. സിനിമയിൽ വരുമ്പോൾ അത് യൂറോപ്പായിരിക്കും. ലോകത്തിലെ ഏത് ഭൂപ്രകൃതിയും ചിത്രീകരിക്കാൻ കഴിയുന്ന മട്ടിലാണ് ഇവിടെ ഭൂമിയെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ബസ് ആദ്യത്തെ സ്റ്റോപ്പിലേക്കെത്തി. ഒരു എന്റർടൈൻമെന്റ് സെന്ററാണ് ഇവിടെയുള്ളത്. ചുവന്ന നിറമുള്ള ട്രോളി ബസ്സുകളും ഇവിടെ കാണാം. ഇപ്പോൾ വന്നിറങ്ങിയിരിക്കുന്ന ഇടത്തുനിന്നും പല ഉദ്യാനങ്ങളിലേക്കും പല സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പോവുക അത്തരം ട്രോളി ബസ്സുകളിലാണ്. ഇവിടം വരെ മാത്രമേ ഞാൻ വന്നിറങ്ങിയ തരത്തിലുള്ള ഷട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുള്ളൂ. രാമോജി ടവർ, ഫിലിം ദുനിയ, ആക്ഷൻ തിയേറ്റർ എന്നിവയാണ് ഈ വന്നിറങ്ങിയിരിക്കുന്നിടത്ത് നടന്ന് കാണാനുള്ളത്. അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരിടം. ഇത് ഇന്ത്യയിൽ തന്നെയോ എന്ന് നാം സംശയിച്ചു പോകും. ഏതൊരു ഇന്ത്യക്കാരനെയും അഭിമാനം കൊള്ളിക്കുന്ന ഫിലിം സിറ്റി. ഒരു തീം പാർക്ക് കൂടിയാണിത്. ഇവിടെ സിനിമാ നിർമ്മാണം നടക്കുന്നുണ്ട്. സിനിമാ നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങൾ സന്ദർശകന് വിവരിച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് നടക്കുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്കും മധുവിധു ആഘോഷിക്കാനെത്തിയവർക്കും വരെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഏതൊരു സാധാരണക്കാരനും സിനിമയുടെ സാങ്കേതികത്വം വളരെ ലളിതമായി മനസ്സിലാക്കാനാവും എന്നതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സിനിമയ്ക്ക് സെറ്റിട്ടതാണെന്ന് തോന്നും. റെസ്റ്റോറന്റുകളും ഐസ്ക്രീം പാർലറുകളും ഉൾപ്പെടെ വിവിധ സംവിധാനങ്ങൾ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം സിനിമയിൽ ഒരു തെരുവ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഉപയോഗപ്പെടുത്താനുമാവും. ഇവിടെ പലതരം ഷോകൾ നടക്കുന്നുണ്ട്. പലതും പല സമയത്താണ്. സിനിമയിലെ സീനുകൾ എങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു എന്നത് ആ ഷോകളിൽ നിന്നും മനസ്സിലാക്കാം. ആളുകൾ അത്ഭുതത്തോടെയാണ് രാമോജിയുടെ വൈപുല്യം കണ്ടു നടക്കുന്നത്. ഓരോയിടത്തും ഓരോ ഷോകൾ കാണാൻ ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം. സിനിമയാണ് രാമോജി ഫിലിം സിറ്റിയുടെ പൊതുവായുള്ള തീം. ആളുകൾ വെറുതെ കാത്തിരിക്കുന്നിടത്ത് ഇങ്ങനെ ചില ഷോകൾ നടക്കുന്നത് കാണാം. സ്ട്രീറ്റ് പെർഫോമേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. പാട്ടിനൊത്ത് സിനിമാറ്റിക് ഡാൻസാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മറ്റു ചിലപ്പോൾ മാജിക് ഷോ ആയിരിക്കും. സ്റ്റുഡിയോ ടൂർ, മൂവി മാജിക് പാർക്ക്, ബേർഡ് പാർക്ക്, എക്കോ സോൺ, കിഡ്സ് പാർക്ക് എന്നിങ്ങനെ നിരവധി പരിപാടികളുണ്ട് ഫിലിം സിറ്റിയിൽ. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങാൻ ആളുകൾ കാത്തിരിക്കുമ്പോൾ അവരുടെ വിരസതയകറ്റാൻ ഇത്തരം പെർഫോമേഴ്സ് എത്തുകയും ചെയ്യുന്നു. വർഷത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന പരിപാടിയാണ് ഇതെന്നോർക്കണം.
ആളുകൾ കുടുംബസമേതം എത്തുന്നു എന്നതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. സാധാരണ ഫിലിം സ്റ്റുഡിയോകളിൽ സിനിമാ പ്രവർത്തകർ മാത്രമാണല്ലോ എത്തുക. അതിൽ നിന്ന് വ്യത്യസ്തമായി പൊതുജനത്തെ സിനിമയുടെ നിർമ്മാണ രഹസ്യങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് രാമോജി ഫിലിം സിറ്റി കാണിച്ചു തരുന്നത്. ഇവിടെ ഷോ തുടങ്ങാറായിരിക്കുന്നു. ഹാളിൽ ജനം നിറഞ്ഞു കഴിഞ്ഞു. ആദ്യം ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ രാമോജി റാവുവിന്റെ ഒരു പ്രസംഗമാണ്. ഇദ്ദേഹത്തിന്റെ സ്വപ്നമാണ് രാമോജി ഫിലിം സിറ്റി എന്ന ലോകത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോ കോംപ്ലക്സ് ആയി മാറിയത്. രാമോജിയുടെ സ്വാഗത പ്രസംഗം ശ്രവിച്ച് ആളുകൾ ഗാലറിയിൽ നിരന്നിരിക്കുകയാണ്. വേദിയിൽ ഒരു ചെറുപ്പക്കാരനെത്തി. സിനിമ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന കാര്യം വളരെ ലളിതമായി നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാണികളിൽ നിന്ന് തന്നെ 2 പേരെ വേദിയിലേക്ക് വിളിച്ചു. വസ്ത്രത്തിൽ ചെറിയൊരു ക്രമീകരണം നടത്തി പെൺകുട്ടിയെ ഒരു കുതിരവണ്ടിയിലിരുത്തി. കുതിരയില്ല, വണ്ടിയുടെ മുഴുവൻ ഭാഗവുമില്ല. കുതിരവണ്ടി ഭാഗം ഒരു സ്പ്രിങ്ങിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ കൂടെ കയറി വന്ന ആളോട് കുതിരവണ്ടി ശക്തമായി കുലുക്കിക്കൊള്ളാൻ പറയുന്നു. വണ്ടിയിലിരിക്കുന്നയാൾ മുന്നിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന കടിഞ്ഞാണിൽ പിടിച്ച് ചാട്ട വീശി ഭാവാഭിനയത്തോടെ ഇരുന്നാൽ മാത്രം മതി. പിന്നിൽ ഒരു പച്ച സ്ക്രീനാണ്. ക്രോമാ കീയിങ് അഥവാ ഗ്രീൻ മാറ്റ് ഷൂട്ടിംഗ് സങ്കേതമാണ് ഇവിടെ കാണികളെ പഠിപ്പിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മാത്രം മാറ്റി നമുക്ക് ഈ കുതിരവണ്ടിയെ ഏതു പശ്ചാത്തലത്തിലേക്കും കൊണ്ടുപോകാം. അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. പെൺകുട്ടി തെളിക്കുന്ന കുതിരവണ്ടി ഏതു വഴിയിലൂടെയാണ് പോകുന്നതെന്ന് കാണുക. ഇതാണ് ക്രോമാ കീയിങ് എന്ന സാങ്കേതിക വിദ്യ. കുതിരവണ്ടിക്കാരിയെ പിന്തുടർന്ന് കൊള്ളക്കാർ കുതിരപ്പുറത്ത് വരുന്നുണ്ട്. ഇവിടെ നടിയുടെ ഭാവാഭിനയം വളരെ പ്രധാനപ്പെട്ടതാണ്. കരയുകയും അലറുകയും ഒക്കെ ചെയ്യേണ്ടതിനു പകരം ഈ കുമാരി പൊട്ടിച്ചിരിക്കുകയാണ്. പിടികൂടാൻ ആളുകൾ പിറകെ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് കുതിരയെ തെളിക്കുന്ന പെൺകുട്ടി. ഇത്തരത്തിലുള്ള ലളിതവും കുസൃതി നിറഞ്ഞതുമായ ടെക്നിക്കുകളിൽ നിന്നുമാണ് നാം കാണുന്ന ഓരോ സിനിമാ രംഗവും രൂപപ്പെടുന്നത്. ബാക്ക്ഗ്രൗണ്ടിലെ ദൃശ്യങ്ങൾ ആവശ്യാനുസരണം മാറ്റാം. വനത്തിനു പകരം വലിയൊരു കൊട്ടാരത്തിന്റെ ഇടനാഴിയിലൂടെ കുതിരവണ്ടി തെളിക്കും വിധമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വീണ്ടും മറ്റൊരു ബാക്ക്ഗ്രൗണ്ട്. ഒരു റേസിംഗ് ട്രാക്കിലൂടെയാണ് വണ്ടി പോകുന്നത്. വിഷ്വൽ എഫക്ട്സിന്റെ വിദ്യയാണ് ഇവിടെ പഠിപ്പിച്ചത്. ഇനി അടുത്ത തിയേറ്ററിലേക്ക് നീങ്ങാം. ഗാലറിയുടെ രൂപകൽപ്പന തന്നെ രസകരമാണ്. ഒരു റോയിലിരിക്കുന്നവർ അതിനു നേരെയുള്ള വാതിൽ തുറന്നാൽ അടുത്ത തിയേറ്ററിലെ അതേ റോയിലെ കസേരയിലെത്തുന്നു. വളരെ ശാസ്ത്രീയവും പ്രൊഫഷണലുമായ ഒരു സംവിധാനം. ശരിക്കും വൃത്താകാരത്തിലുള്ള തിയേറ്ററാണ്. അതിനെ 4ആയി വിഭജിച്ചിരിക്കുകയാണെന്ന് മാത്രം. രണ്ടാമത്തെ ഹാളിൽ എല്ലാവരും സ്ഥാനം പിടിച്ചു. ഇവിടെ വേദിയിൽ മറ്റൊരാളാണ്. ഇദ്ദേഹം വിശദീകരിക്കുന്നത് സിനിമയ്ക്ക് ജീവൻ നൽകുന്ന വിദ്യയെക്കുറിച്ചാണ്. കുതിരവണ്ടി ചിത്രീകരിച്ചു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഇണക്കി ചേർത്തു. ഇനി ആ ദൃശ്യത്തിന് ജീവൻ നൽകണം. പലതരം ശബ്ദങ്ങൾ സീനിൽ സന്നിവേശിച്ചാൽ മാത്രമേ അത് ഉദ്വേഗജനകമായൊരു രംഗമാവുകയുള്ളൂ. അദ്ദേഹം 3 കുട്ടികളെ വിളിച്ചു. ഫോളി എഫക്ട്സ് എന്ന് സാങ്കേതികമായി അറിയപ്പെടുന്ന സൗണ്ട് എഫക്ട് നൽകുകയാണിവിടെ. നിസ്സാര സംഗതികൾ കൊണ്ടാണ് അത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു താക്കോൽ കൂട്ടമോ ചെങ്ങല കഷ്ണമോ മരക്കട്ടയോ മതി. ദൃശ്യത്തിനനുസരിച്ച് കുലുക്കിയും കൊട്ടിയും ശബ്ദം കേൾപ്പിക്കുകയാണ്. അതാ കുതിരകൾ ഓടുന്നതിനൊപ്പം ആ ശബ്ദങ്ങളും എത്തുന്നു. അപ്പോൾ സീനിന് പ്രത്യേകമായൊരു ജീവൻ കൈവരികയാണ്. സിനിമ എന്ന കലാരൂപം രൂപപ്പെടുന്നത് ബുദ്ധിയും തന്ത്രങ്ങളുമൊക്കെ കൊണ്ടാണ് എന്ന് ഇതിലൂടെ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുകയാണ്. നടിയുടെ ചിരി മാത്രമേ ഇപ്പോൾ സീനിന് ചേരാത്തതായി മുഴച്ചു നിൽക്കുന്നുള്ളൂ. വർദ്ധിതമായ ആവേശത്തോടെ അവർ അടുത്ത ഹാളിലേക്ക് കടക്കുകയായി. ഒരു സിനിമ എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് ഇതിലും ലളിതമായി എങ്ങനെയാണ് പ്രേക്ഷകന് പറഞ്ഞുകൊടുക്കുക? വലിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 3 വർഷം പഠിക്കേണ്ട സിനിമയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് 15 മിനിറ്റ് കൊണ്ട് ഇവിടെ ലളിതമായി വിവരിക്കപ്പെടുന്നത്. നൂറുകണക്കിന് സന്ദർശകരാണ് വളരെ താല്പര്യത്തോടെ അത്ഭുതത്തോടെ ആ ടെക്നിക്കുകൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യത്തിന് സൗണ്ട് എഫക്ട്സിനൊപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി നൽകിയിരിക്കുന്നു. സംഗീതം അതുകൂടി ചേരുമ്പോഴാണ് സീൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്.
ചലിക്കാത്ത കുതിരവണ്ടി കഷ്ണത്തിൽ ഇരുന്നു തുടങ്ങിയ അഭിനയം എങ്ങനെ പൂർണ്ണതയുള്ള സിനിമയായി എന്ന് ആളുകൾ ആഹ്ലാദത്തോടെ കണ്ടിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് ചിലതെല്ലാം പഠിച്ചു എന്ന അഭിമാനത്തോടെ പ്രേക്ഷകർ പുറത്തേക്കിറങ്ങുമ്പോൾ രാമോജിയുടെ സ്വപ്നത്തിന്റെ ഒരു ഭാഗം സാക്ഷാത്കൃതമാകുന്നു. സ്റ്റണ്ട് സീൻ ഉൾപ്പെടെ ഓരോന്നും ചിത്രീകരിക്കുന്നത് സന്ദർശകർക്ക് കാണാനുള്ള അവസരമുണ്ട് ഇവിടെ. മറ്റു കാഴ്ചകളിലേക്ക് ഞാനും നടന്നു.